ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുടെ ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ നിൽക്കുന്നത് കൺട്രോളിംഗ് സ്ട്രീറ്റിലാണ്. അവിടുത്തെ ഹോട്ടലാണ്. രാവിലെ റോഡിലൊന്നും വലിയ ആൾക്കാരൊന്നുമില്ല. കുറേ പട്ടിക്കുട്ടന്മാരൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ രാത്രി ഒരു 3 മണിയൊക്കെ ആവും, വെളുപ്പാങ്കാലത്ത് 3 മണിയൊക്കെ ആവും ഇവിടുത്തെ കടയൊക്കെ അടച്ചിട്ട് ആൾക്കാർ ഉറങ്ങാൻ പോകുമ്പോൾ. അതുകൊണ്ട് ഈ 11 മണിയൊക്കെ ആയിട്ട് മാത്രമേ ഇവിടുത്തെ സ്ട്രീറ്റ് തുറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വിജനം. പിന്നെ ആൾക്കാരൊക്കെ ടൂ വീലറിൽ പോണ ആൾക്കാരൊക്കെ കാണാം. പ്രത്യേകിച്ച് അങ്ങനെയില്ല കാണാൻ. പുറത്തുനിന്ന് വന്ന വിദേശികളൊക്കെ ഇനി ഇറങ്ങുള്ളൂ. ഒരു 11 മണിയൊക്കെ ആവും അവർ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ നേരത്ത്. കാരണം 3 മണി വരെയും ഇവിടെ നല്ല തിരക്കാണ്. നല്ല തിരക്കുള്ള ഒരു സ്ട്രീറ്റാണ്. കാരണം ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ കൺട്രോളിംഗ് ബീച്ചിൽ പോകാൻ ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. ദൂരെ നിന്ന് 2 ബസ്സുകളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് അകലേന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ബസ്സിലൊക്കെ ആൾ കുറവാണ്. ആരും വളരെ തെന്നിയും തെറിച്ച് മാത്രമേ ആൾക്കാരുള്ളൂ. ആൾക്കാരൊന്നും ഇറങ്ങി തുടങ്ങിയില്ല. നമ്മളെ പ്രൈവറ്റ് ബസ്സാണ് പോണത്. അടുത്ത ബസ് വരുന്നുണ്ട്. അതിൻ്റെ ബോർഡൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇപ്പോൾ അകലേന്നും ബസ് വരുന്നുണ്ട്. യാത്രക്കാരൊക്കെ ഇവിടെയുള്ള യാത്രക്കാരാണിതൊക്കെ. പുറത്തുനിന്ന് വരുന്നവരല്ല, ഇവിടെയുള്ള യാത്രക്കാരാണ്. സൈക്കിളിലൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. ഇവിടെ റെൻറ്റിന് സൈക്കിളും കാറും ഒക്കെ റെൻറ്റിന് കിട്ടും. ഇവിടെയുള്ളൊരു ബസ് വരുന്നുണ്ട്. ഇവിടുത്തെ ബസ്സിനൊക്കെ പല കളർ ആണ്. മഞ്ഞ, ചുമപ്പ്, ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂവിൻ്റെ ഒരു ബസ്സാണ് ഇതാ വരുന്നത്. പിന്നെ പ്രധാനമായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. പ്രത്യേകിച്ചില്ല. കാഴ്ചകളൊക്കെ ഇനി തുടങ്ങിയേ ഉള്ളൂ. ആ ബസ് ഒരു ലൈറ്റ് ബ്ലൂ ബസ് വരുന്നുണ്ട്. അതിനെ കാത്ത് ഞാൻ നിൽക്കുകയാണ്. വരുന്നുണ്ട്. അതിന് ബോർഡൊക്കെ ഉണ്ട്. എവിടെയൊക്കെയാണ് യാത്ര പോണത്. അത് നമുക്കത്ര കാണാൻ വയ്യ. ഓക്കെ, ബൈ ബൈ. ഇവിടെ കണ്ട ഹോട്ടൽ ബോയ് വരുന്നുണ്ട. ഇതാണ് നമ്മളെ ഹോട്ടൽ ബോയ്. ഓക്കെ, ബൈ ബൈ ബൈ.